ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ടെക്നോളജി കൊണ്ട് പറമ്പിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി പുല്ലുവെട്ടി മെഷീനാണിത്, ഗ്രാസ് ട്രിമ്മർ. നമുക്ക് നേരെ അതിൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഐറ്റം നമ്മളിവിടെ ഫുള്ള് അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. ബ്രാൻഡ് ഒമേഡയാണ്. ഒമേഡയുടെ 21 വോൾട്ട് കോഡ്ലെസ് ഗ്രാസ് ട്രിമ്മറാണ്. അതായത് പുല്ല് വെട്ടുന്ന ഒരു ക്വാളിറ്റി മെഷീനാണ്. അപ്പം എല്ലാം പാർട്സായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഓരോന്നും ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. എല്ലാം ഇവിടെ നമ്മൾ പീസാണ്. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ ഒരു മെഷീൻ ആകുന്നത്. ഓരോന്നും കാണിച്ചു തരാം. ആദ്യം ഇത് ഇതിൻ്റെ ഹാൻഡിലാണ്. ഇത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അത് നമ്മൾ ഇടുമ്പോൾ കാണിച്ചു തരാം. നമുക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വരുന്നത് ഒരു ഷീൽഡുണ്ട്. ഇത് ഷീൽഡ് നമ്മൾ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു പ്രൊട്ടക്ഷനാണ്. സൈഡിൻ്റെ ഒരു സൈഡിൽ വരുന്നതാണ്. ഇത് ഇടുമ്പോൾ കാണിച്ചു തരാം. അതുപോലെ ഇത് ബ്ലേഡിൻ്റെ ഒരു പ്രൊട്ടക്ടറാണ്. ബ്ലേഡിലോട്ടും മറ്റ് കല്ലിലോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു പ്രൊട്ടക്ടറാണ്. പിന്നെ നമുക്ക് വരുന്നത് 3 ടൈപ്പ് ബ്ലേഡുണ്ട്. 3 ടൈപ്പാണ് വരുന്നത്. അത് ഓരോന്നും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഒരെണ്ണത്തിൽ നമുക്കൊരു നട്ട് ഡ്രൈവർ വരുന്നുണ്ട്. നമുക്കിത് അഴിച്ച് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് 2 ബാറ്ററി ഉണ്ട് ഇതിൻ്റെ കൂടെ. അത് 21 വോൾട്ട് ബാറ്ററിയാണ് വരുന്നത്. 21 വോൾട്ട് 5Ah ആണ്. ലിഥിയം അയൺ ബാറ്ററിയാണ്. പിന്നെ ഇത് നമുക്ക് ചാർജ് ചെയ്യാനായിട്ടൊരു അഡാപ്റ്ററാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അതും ഈ പറഞ്ഞ പോലെ 21 വോൾട്ട് 1.2 ആംപിയറാണ് അതിൻ്റെ ഒരു പവർ വരുന്നത്. ഇത്ര ഐറ്റംസാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഫിറ്റിങ്സിൽ മൊത്തം ഉള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഗൈഡുണ്ട്. ഈ ഗൈഡിൽ ഈ സാധനം ഫിറ്റ് ചെയ്യുന്നതും എല്ലാ സെറ്റപ്പ് ഇതിൽ തന്നെ ഉണ്ട്. ഇത് ഈ 21 വോൾട്ട് എന്നുള്ളത് എനിക്കൊരു സർപ്രൈസ് ആയിപ്പോയി. ഇത് 21 വോൾട്ട് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. .8 20.8 കാണിക്കുകയാണ്. അപ്പോൾ 21 വോൾട്ട് തന്നെയാണ്. ചെറിയൊരു കുറവേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കേസ്, ഈ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ബാറ്ററിയിൽ തന്നെ പോർട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു പോർട്ടുണ്ട്. നമുക്കിത് ചാർജ് ചെയ്ത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻഡിക്കേഷൻ ഉണ്ട്. then നമ്മൾ ബാറ്ററി എടുത്തിട്ട് ബാറ്ററിയുടെ ആ പിന്ന് കൊടുക്കേണ്ട പോർഷനിൽ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ചാർജിങ് കിടക്കുകയാണ്. ബാറ്ററിയിൽ വേറെ ഇൻഡിക്കേഷൻസ് ഒന്നുമില്ല, പക്ഷേ ചാർജ് കയറുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ലൈറ്റ് നിങ്ങൾ കണ്ടില്ലേ? ഈ ഗ്രീൻ ലൈറ്റ് ഇപ്പം ബാറ്ററി ഫുള്ളാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിപ്പം ബാറ്ററി ഫുള്ളല്ല, ബാറ്ററി ലോയിൽ കിടക്കുകയാണെങ്കിൽ ഈ ഗ്രീനിന് പകരം ഇവിടെ റെഡ് ലൈറ്റ് വരും. ഇപ്പോൾ പച്ച ലൈറ്റാണ്, ചുവപ്പ് ലൈറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം ബാറ്ററി ലോ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കണം. അതിനുശേഷം നിറഞ്ഞാൽ കഴിയുമ്പോൾ തന്നെ ഈ ഗ്രീൻ ലൈറ്റ് വരും. അപ്പം നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം ബാറ്ററി. ഇത് നമ്മൾ കാണിച്ചു തരുന്ന ഇതിൻ്റെ ഓരോ ബ്ലേഡ്സാണ്. ഇതിലൊരു 3-4 ബ്ലേഡുണ്ട്. ആദ്യത്തെ ബ്ലേഡ് ഇതാണ് കാണിക്കേണ്ടത്. ഈ ബ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുറ്റി പുല്ലുകളൊക്കെ വെട്ടി നിരപ്പാക്കാൻ പറ്റിയ ബ്ലേഡാണിത്. അങ്ങനെയുള്ള വെട്ടേണ്ടത് ഇത് നൈസായിട്ട് എടുത്ത് ഇതങ്ങ് കിട്ടണം. ഈ ബ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിലൂടെ ഒരു തീർത്തും പുല്ലല്ല, അതിലും കുറച്ചുകൂടെ ഒരു ചെറിയ ചെടി രൂപത്തിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വെട്ടിക്കളയണമെങ്കിൽ ഈ ബ്ലേഡ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഈ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ഇച്ചിലൂടെ ഒരു വലിയ മരം രൂപത്തിലുള്ളത്. മരം എന്ന് പറഞ്ഞാൽ വലിയ മരമല്ല, കുറച്ചുകൂടെ സൈസുള്ള മരങ്ങൾ, ഒരു മീഡിയം സൈസൊക്കെ ഉള്ള മരങ്ങൾ പോലുള്ളതൊക്കെ വെട്ടിക്കളയാൻ നമുക്ക് ഈ ബ്ലേഡ് നേരെ എടുത്തിട്ടാൽ മതി. അങ്ങനെ 3 ടൈപ്പ് ബ്ലേഡുകളാണ് നമ്മുടെ ഈ മെഷീൻ്റെ കൂടെ കിട്ടിയേക്കുന്നത്. ഈ ബ്ലേഡിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അർജൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവിടെ വാണിംഗ് പറഞ്ഞിട്ടുണ്ട്. വളരെ ഡേഞ്ചറാണ്. ഒന്ന് ചെവി പ്രൊട്ടക്ഷനാണ്. ചെവിയിൽ ആ ഒരു ഇത് വെച്ചോണം. അതുപോലെ ഐ പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്. കണ്ണിൽ എന്തെങ്കിലും സ്പെക്ട് ഗ്ലാസ് എന്തെങ്കിലും വെക്കണം. അതുപോലെ മൂക്കും വായുവൊക്കെ ഒരു മാസ്ക് വെച്ച് കവർ ചെയ്തേക്കണം പക്കയായിട്ട്. അതുപോലെ ഹാൻഡ് പ്രൊട്ടക്ഷൻ അതാണ് കാണിച്ചത്. കൈ ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇത് വളരെ ശ്രദ്ധിക്കണം. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ബ്ലേഡാണിത്. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടറെ പറ്റി പറഞ്ഞാൽ 230 വാട്ട്സാണ്. 230 വാട്ട്സാണ് ഇതിൻ്റെ പവർ, ടോട്ടൽ പവർ പറയുന്നത്. അതുപോലെ ഇതിൻ്റെ വോൾട്ടേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 21 വോൾട്ട്. അതാണ് ഇതിൻ്റെ വോൾട്ടേജ്. പിന്നെ ഇതിൻ്റെ അർജൻറ്റായിട്ട് പറയാനുള്ള കേസ് RPM ആണ്. ഇതിൻ്റെ RPM 7800 ആണ്. 7800 അതാണ് ഇതിൻ്റെ RPM വരുന്നത്. പിന്നെ കട്ടിങ് വിഡ്ത്ത് വരുന്നുണ്ട്. ആ വിഡ്ത്ത് വരുന്നത് 260 mm ആണ് ഇത് പറയുന്നത്. അതായത് ഡയമീറ്റർ ഓഫ് മോവർ ഹെഡ്. നമ്മളിത് ഓരോന്നൊന്ന് ഫിക്സ് ചെയ്ത് കാണിക്കുകയാണ് നിങ്ങളെ. ഇത് ബ്ലേഡ് പ്രൊട്ടക്ടറാണ്. നമ്മളിങ്ങനെ ഈ മോട്ടറിൻ്റെ ഇവിടെയായിട്ട്
എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോളുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റും മറ്റൊരു ഹോളുണ്ട്. ഈ ഹോളിൽ ഇത് കയറ്റിയിട്ടാൽ മാത്രം മതി. ഒരെണ്ണം അവിടെ ഇടുക, രണ്ടാമത്തത് ഓക്കെ. അപ്പോൾ അത് അവിടെ ഫിറ്റായി. ഊരുന്നതും അങ്ങനെ തന്നെ. ഈ ഷീൽഡ് ഇതൊന്ന് ഇട്ട് കാണിക്കുകയാണ്. ഇത് നമ്മുടെ മേത്തോട്ടൊന്നും അങ്ങനെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തതാണ്. അത് നമുക്കിങ്ങനെ പുറകോട്ട് വെച്ചാൽ മതി. പിന്നെ ഈ മോട്ടറിൻ്റെ എഡ്ജിൽ ഇത് ഇപ്പോൾ നട്ട് ലൂസ് ചെയ്തെടുത്ത് അത് ഊരി വെക്കാവുന്നതാണ്. അതിൻ്റെ വാഷർ ഊരുക, പിന്നെ നമ്മൾ ആ ക്യാപ്പ് ഊരിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യണം. ഇതിൻ്റെ ആ ഒരു ഡയറക്ഷൻ നിങ്ങൾ നോക്കി, ഇങ്ങനെയാണ് വെക്കേണ്ടത്. നോക്കിയാൽ അതിൻ്റെ പിടിയുടെ അവിടുന്ന് ഇങ്ങനെയാണ് വരുന്നത്, മനസ്സിലായല്ലോ. ഇതാണ് ഇതിൻ്റെ ഇത് ലോക്കായത്, ഇതാണ് ഇതിൻ്റെ ലോക്ക്. ഇത് കയറി പിന്നെ നമ്മൾ നേരെ ഈ ക്യാപ്പ് ഇടുന്നു, പിന്നെ വാഷർ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ബ്ലേഡ് ഒഴികെയുള്ളതാണ് ഇട്ട് കാണിച്ചത്. നമ്മൾ ബ്ലേഡ് ഇടണേ ബ്ലേഡ് കൂടെയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഈ നട്ട് ലൂസ് ചെയ്യുക. ക്യാപ്പിൻ്റെ പുറത്താണ് വരുന്നത്. ക്യാപ്പിൻ്റെ പുറത്ത് ക്യാപ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇടുന്നത്. ഇതിപ്പോൾ നമ്മൾ മറ്റേ വലിയ ബ്ലേഡ് ഇട്ട് കാണിക്കാം. ഓക്കെ, ബ്ലേഡ് ഇടുന്നു, ദെൻ വാഷർ, പിന്നെ നട്ട് ഫിക്സായി. ഇപ്പോൾ നമ്മൾ ശരിക്ക് ടൈറ്റ് ചെയ്യുക, നല്ലതായിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ടൈറ്റ് ചെയ്യാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി വെക്കും. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇങ്ങനെ ഓരോരോ ബ്ലേഡും നമുക്ക് ഇടാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫിറ്റിങ്സ്. ഇത് കൂടാതെ വരുന്ന ഫിറ്റിങ്സ് അതിൻ്റെ ഹാൻഡിലാണ്. ആ ഹാൻഡിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഹാൻഡിലിൻ്റെ കേസാണ് ഇനി കാണിച്ചു തരാനായിട്ടുള്ളൂ. അപ്പോൾ ഹാൻഡിൻ്റെ നട്ട് നമ്മൾ അഴിക്കുക, ഊരിയെടുക്കുക. ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഫ്രീ ആയല്ലോ. ഇനി നമ്മൾ പയ്യെ അതിലേക്ക് ഇങ്ങനെ വെച്ചാൽ മതിയാവും. ഇത് രണ്ട് സൈഡുണ്ട്. ഇത് നിങ്ങൾ തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു സൈഡ് നമ്മൾ നട്ടിൻ്റെ ഷേപ്പ് കാണിക്കണം, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് റൗണ്ടാണ്. ആ റൗണ്ട് വഴിയാണ് നമ്മളിത് ഈ ബോൾട്ട് കയറ്റിയിടുന്നത്. ബോൾട്ട് കയറ്റി നമ്മൾ നട്ടിൻ്റെ ഷേപ്പ് ഉള്ളിടത്ത് നമ്മൾ നട്ടിട്ട് കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് മുന്നോട്ടും പുറകോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ കൈ പിടിക്കുക, ഓരോരുത്തർക്കും കൈയുടെ നീളമൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ വെച്ചതിന് ശേഷം മാത്രം നമ്മുടെ ആ നട്ട് മുറിക്കാൻ മതിയാവും. എവിടെയെങ്കിലും നമുക്ക് ഒരിടത്ത് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ നട്ട് ഇങ്ങനെ അകത്തേക്ക് വെച്ചിട്ട് തിരിച്ചു കൊടുത്ത് ഇവിടെ ടൈറ്റ് ചെയ്താൽ മതി. ടൈറ്റ് ചെയ്ത് മാക്സിമം മുറിക്കാൻ മതി. തന്നെ മുറിക്കുള്ളൂ, നട്ട് നമ്മൾ പിടിക്കണ്ട. അത് ആ കട്ടിങ്ങോട്ടുള്ള നട്ട് അതിനകത്ത് തന്നെ സ്റ്റക്കായിരുന്നുള്ളൂ. ഇങ്ങനെ മാക്സിമം മുറിക്കാൻ മതി. ഇനി നമ്മളിത് നീളം കൂട്ടാം. നീളം കൂട്ടുന്നതിന് ഇവിടെ ഒരു നോബുണ്ട്. ഇതിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ തള്ളിപ്പിടിക്കുക. വലിച്ചു കഴിഞ്ഞാൽ ഇത്രയാണ് മാക്സിമം ലെന്താണ് ഞാനിപ്പോൾ തള്ളി വെച്ചിരിക്കുന്നത്. ഇത്ര നീളത്തിൽ വലിച്ചു നീട്ടാനായിട്ട് വരും. അതുപോലെ തിരിച്ചും ഇങ്ങനെ മുമ്പോട്ട് ഈ നോബ് തള്ളി പിടിച്ചുകൊണ്ട് പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ നേരെ ഇത് ചുരുക്കി വെക്കുകയും ചെയ്യാം. നമുക്ക് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമാണ് ഇങ്ങനെയൊക്കെ ഉള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട്. ഇങ്ങനെ വെച്ച് നിർത്തുകയും ചെയ്യാം. അത് കഴിഞ്ഞ് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നീളം കുറയും. ഇത് പ്രസ് ചെയ്ത് ഇങ്ങനെ കൂട്ടുമ്പോൾ ഇത് കണ്ട് ഇത് ഓരോ വെട്ട് കണ്ടോ നിങ്ങൾക്ക്? ഈ ഓരോ വെട്ടും ഓരോ ലെങ്ത്താണ്. ഈ ഓരോ ലെങ്ത് അനുസരിച്ച് നമുക്ക് വെട്ടുന്ന സ്ഥലം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓരോ വെട്ടും അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ആവശ്യാനുസരണം ഓരോ വെട്ടിലും ഇട്ട് സെറ്റ് ചെയ്ത് നമുക്കിത് വെട്ടാം. പിന്നെ മറ്റൊരു പ്രധാന അഡ്ജസ്റ്റ് പറയാനുള്ളത്, ഇവിടെ ഒരു പുഷ് സ്വിച്ച് ഉണ്ട്. നമ്മൾ പുഷ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് 3 ഇതിൽ വെക്കാം. നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെക്കാൻ പറ്റും. 3 ഡയറക്ഷനിൽ വെക്കാം. വിട്ട് കഴിഞ്ഞാൽ ഇത് ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് അനങ്ങില്ല. അപ്പോൾ ഇനിയും ഞങ്ങളിത് വർക്ക് ചെയ്ത് കാണിക്കുകയാണ് നിങ്ങളെ. അപ്പോൾ നമ്മൾ പുല്ല് ചെത്തി എടുക്കാൻ പറ്റിയ മെറ്റൽ ബ്ലേഡാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തൊക്കെ വെച്ചേക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സംഭവം ഒന്ന് വെട്ടി കാണിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെയാണ് വെട്ടാനായിട്ട് പോകുന്നത്. നമുക്ക് വെട്ടി നോക്കാം. അപ്പോൾ നമ്മളിത് വർക്ക് ചെയ്യുമ്പോൾ ഇത് ചുമ്മാ ഇങ്ങനെ പ്രസ് ചെയ്യില്ല കേട്ടോ. ഇവിടെ ഒരു പുഷ് ബട്ടണുണ്ട്. അതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് വേണം പ്രസ് ചെയ്യാൻ. നമ്മളിനി ഇത് പ്രസ് ചെയ്തില്ല എന്ന് വെച്ചോ, അപ്പോൾ ആകില്ല.
അപ്പം നമ്മളിതൊരു പ്രൊട്ടക്ഷനായിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പഞ്ച് ചെയ്യാൻ. നമ്മളിനി ഈ ബ്ലേഡ് മാറ്റുകയാണ്. നമ്മളിങ്ങനെ അടി പിടിച്ചുകൊണ്ട് തന്നെ ഇത് പിടിക്കാം. നമ്മൾ ഈ ബ്ലേഡാണ് പരീക്ഷിക്കുന്നത്. ശരിക്കും ടൈറ്റാനായിട്ട് നോക്കണം. അപ്പോൾ സെറ്റായി. ഈ ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് മുറിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ മരങ്ങളൊക്കെ ഒരു 2 ഇഞ്ചൊക്കെ സൈസ് വെട്ടാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഒരു ചെറിയ പീസ് നമ്മൾ വെട്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ കണ്ടില്ലേ ഈ ഒരു സൈസിലുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ആ നേരം കൊണ്ട് നമുക്കിത് വെട്ടാനായിട്ട് പറ്റും. നമുക്ക് ബാറ്ററി ഊരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പുഷ് സ്വിച്ച് ഉണ്ട്. അതിങ്ങനെ പുഷ് ചെയ്ത് പിടിച്ചുകൊണ്ട് തള്ളി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഊരിയെടുക്കാം. നമുക്ക് ഇടാനും അതുപോലെ തന്നെ ഈ അടിവശത്താണ് ഇതിൻ്റെ ടെർമിനൽ വരുന്നത്. അപ്പോൾ ഈ അടിവശത്തേക്ക് വരുന്ന പോലെ ഇങ്ങനൊരു ടക്ക് സൗണ്ട് കേൾക്കാം. അപ്പോഴത്തേനും ബാറ്ററി ഇൻസേർട്ടായി. ഊരുമ്പോഴും അത് പ്രസ് ചെയ്ത് പിടിക്കുക, ഊരിയെടുക്കുക. അപ്പോൾ വർക്ക് ചെയ്ത് നോക്കിയതിൽ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല പവറും ഉണ്ട്. 3 ബ്ലേഡും നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി, അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇത് ഇത്രയും കണ്ടതിന് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നത്തെയും പോലെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ പർച്ചേസിങ് ലിങ്ക് ഉണ്ട്. നിങ്ങളത് നോക്കി വാങ്ങാം. ഞാൻ ഇതിൻ്റെ റേറ്റ് പറയുന്നില്ല. പിന്നെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. ഇത്രയും ക്വാളിറ്റി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. ഇച്ചിരി റേറ്റ് ഉണ്ട്. അപ്പോൾ റേറ്റ് ഞാൻ പറയുന്നില്ല. റേറ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ പർച്ചേസിങ് ലിങ്ക് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു കിടിലൻ ടെക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.